ഹലോ, എന്താ എന്തുണ്ണിയേട്ടാ ഫോൺ എടുക്കത്ത്? വേണ്ടാന്ന് തോന്നി. അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേക്ക് എന്താ എന്നെ കാണാതെ പോയത്? എനിക്ക് തിരക്കായിരുന്നു. എന്നെ പെണ്ണ് കാണാൻ വന്നത് ഉണ്ണിയേട്ട അറിഞ്ഞില്ലേ? അറിഞ്ഞു. നാട്ടിലെ പെണ്ണുങ്ങളെ പെണ്ണ് കാണാൻ വരുന്നത് എനിക്ക് മുടക്കാൻ പറ്റില്ലല്ലോ. കിടന്ന് ഉരുണ്ട് കളിക്കണ്ട, എനിക്കറിയാം ഈ മനസ്സ്. ഈ അമ്പലവാസിയായ നമ്പൂതിരിക്ക് അർഹതയില്ലാത്തതൊന്നും മോഹിക്കാൻ പാടില്ല. ഞാൻ മരിക്കുവാളോ ഉണ്ണിയേട്ടന് മാത്രമാണ്. അത് ഞാൻ മാത്രം വിചാരിച്ച പോരല്ലോ. ഞാൻ എന്താ ചെയ്യണ്ടേ നീ പറയാ ഇഷു? എത്രയും പെട്ടെന്ന് അച്ഛൻ തിരുമേനിയും കൂട്ടി എൻ്റെ ഉപ്പാടെ അടുത്ത് വന്ന് കല്യാണം പറയണം. ഉപ്പ് സമ്മതിക്കാതിരിക്കില്ല. അങ്ങനെ ആവാലേ, എന്നാലും ആപത്താവോ? ഒരാപത്തും വരില്ല. ഒരു മനുഷ്യ സ്നേഹം കൂടിയാണ് എൻ്റെ ഉപ്പ. സമ്മതിച്ചില്ലെങ്കിൽ എന്താ ചെയ്യാ? ഉണ്ണിയേട്ടൻ്റെ ഒരു കാര്യം, നമുക്ക് രജിസ്റ്റർ കല്യാണം നടത്താം. ശരി, ഇന്നെന്നെ പറയാം. എനിക്ക് പേടിയാവുന്നു ഇഷു. ഒന്നും പേടിക്കണ്ട ഉണ്ണിയേട്ടാ, ഭഗവാനോട് പ്രാർത്ഥിക്കേ. പിന്നെ ഈ ഐശ്വര്യ കൂടെ ഇതേ നടക്കൂ. ശരി, വന്ന അച്ഛനായിട്ട് ഉപ്പയെ കാണാം എത്രയും പെട്ടെന്ന്. ശരി. നിക്കവിടെ കണ്ട ജോനോത്തി പെണ്ണുങ്ങൾ കെട്ടി വന്നിരിക്കണു. ഈ ഇല്ലത്തിന്റെ പവിത്ര പൊക്കോ, എവിടെ വേണമെങ്കിൽ പോക്കോ, എനിക്ക് എന്നെ കാണണ്ട. അച്ഛാ, എനിക്ക് ഐശ്വര്യമില്ലാതെ ജീവിക്കാൻ വയ്യ. എനിക്കൊന്നും കേക്കണ്ട, നീ എവിടെ വേണമെങ്കിൽ പൊക്കോ. ഉണ്ണിയേട്ടാ, ഒന്നും ആലോചിക്കണ്ട, ഉണ്ണിയേട്ട വിഷമിക്കണ്ട. പടച്ചനൊരു വഴി കാണിച്ചു തരും. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കും. ഉണ്ണിയേട്ടൻ പേടിക്കണ്ട, പച്ചക്കറി തന്നെയാ. ഇന്ന് മുതൽ ഞാനും പച്ചക്കറിയാ. ഉണ്ണി നമ്പൂതിരിയുടെ വേളി ഐഷ പോരെ. എന്തെടുക്കുക? കുളിച്ചില്ലേ ഇതുവരെ? ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഉപ്പ എല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന്. വേഗം കുളിക്ക്. ഇപ്പൊ വേഗം പാലക്കാട്ടേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കുള്ള ജോലി ശരിയാക്കിയിട്ടുണ്ട്. വേഗം കുളിക്ക്. അയ്യടാ, തന്നെ പോയി കുളിച്ചാൽ മതി. ശരി.